السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, നബിയെ, അയ്യുൽ അമാലി അഫ്ളലു, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം എന്ന് പറയുന്നത്, ഇദ്ഖാലു സുറൂർ ഫീ ഖൽബിൽ മുഅ്മിൻ. മുഅ്മിനായ ഒരു മനുഷ്യന്റെ മനസ്സിൽ, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം കൊടുക്കലാണ്. അതായത് ഒരു മുഅ്മിനായ മനുഷ്യനെ സന്തോഷിപ്പിക്കലാണ് ഏറ്റവും നല്ല അമലി എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. ഒരാൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് ദീനിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഘടകമാണ്. മറ്റുള്ളവർക്ക് ദുഃഖവും പ്രയാസവും സങ്കടവും മാനസികമായ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നത് വലിയ ദോഷമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ഒരാളെ ഗൈബത്ത് പറഞ്ഞും ഒരാളെ നമീമത്ത് പറഞ്ഞും ഒരാളെ പരിഹസിച്ചും ഒരാളെ വേദനിപ്പിച്ചും, അത് വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും ഏത് നിലയിലാണെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. എന്നാൽ മനസ്സിന് വർത്തമാനം പറഞ്ഞുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സന്തോഷമുണ്ടാക്കുക എന്ന് പറയുന്നത് അത് വലിയ അമലാണ്, അത് സ്വർഗപ്രവേശനത്തിനുള്ള അമലാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് ദീനിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവത്തോടുകൂടി എടുക്കുന്ന കാര്യമാണ്. ഒരാൾ അവന്റെ ഏതെങ്കിലും ബന്ധു മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആളെ അതല്ലെങ്കിൽ മരിച്ച മനുഷ്യന്റെ ബന്ധുക്കൾ, മക്കൾ, ഭാര്യമാർ, അതല്ലെങ്കിൽ ഭർത്താക്കന്മാർ, കുടുംബക്കാർ, അവരെ ആശ്വസിപ്പിക്കലും അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് അലമല്ലാഹു അജ്റക വ അഹ്സന അസാക വ ഗഫറ മയ്യിതിക എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കലും സുന്നത്തുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഖേദത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന ആളുടെ അടുത്ത് പോയി അവനെ സമാശ്വാസിപ്പിക്കുക, ആശ്വാസം കൊടുക്കുക. അവൻ്റെ മനസ്സിൽ വ്യതയാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ഇത് കിടക്കുന്ന സമയത്ത്, മനസ്സിൽ കിടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അവൻ്റെ അടുത്ത് പോയി സമാധാനത്തിന്റെ വാക്കുകൾ പറയുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം കാണുകയാണ്. അതേപോലെ തന്നെ ഒരാൾക്ക് അവരുടെ പുതിയ വീടെടുത്ത് ആ വീട്ടിൽ കൂടുകയാണ്. ആ വീട്ടിൽ കൂടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടുന്ന ആ പരിപാടിയിലും ആ ഫംഗ്ഷനിലും പോയി അവരെ സന്തോഷിപ്പിക്കുകയും അവിടുന്ന് അവർ നൽകുന്ന സൽക്കാരങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകും. അങ്ങനെയുള്ള സന്തോഷം കൊടുക്കലുകൾ അതും വലിയ പ്രതിഫലമുള്ളതാണ്. കല്യാണത്തിന് സ്വന്തം കല്യാണമാണെങ്കിലും മക്കളുടെ കല്യാണമാണെങ്കിലും ക്ഷണിച്ചു വരുത്തി സൽക്കരിക്കാൻ ഇഷ്ടപ്പെടുന്ന സഹോദരന്മാർ അവരുടെ കല്യാണത്തിന് പോവുകയും അവരുടെ കല്യാണ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് വലിയ പുണ്യമുള്ളതായി നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷമുളവാക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കൂലിയാണ്. അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടാൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കണ്ടാൽ മൈൻഡ് ചെയ്യുക, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക, സലാം ഇങ്ങോട്ട് മടക്കുക, ഇതൊക്കെ വലിയ പുണ്യപ്രവർത്തനങ്ങളാണ്. കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിയോടുകൂടെ, മുഖപ്രസന്നതയോടുകൂടെ, കരിവാളിച്ച മുഖത്തോടുകൂടെയും ദേഷ്യപ്പെടുന്ന മുഖത്തോടുകൂടെയുമല്ല ഒരാൾ മറ്റൊരാളെ കണ്ടുമ്പോൾ ഒന്ന് മൈൻഡ് ചെയ്യുക. അത് ഒരു മനസ്സിലുണ്ടാക്കുന്ന സന്തോഷം എത്രയാണ്! ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, മനസ്സിലുണ്ടാക്കുന്ന സന്തോഷം എത്രയാണ്! ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ മുഖപ്രസന്നതയോടുകൂടെ നോക്കുക, അതുണ്ടാക്കുന്ന സന്തോഷം എത്രയാണ്! ഇങ്ങനെ ഓരോന്നും മൈന്യൂട്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷമുളവാക്കുന്ന കാര്യങ്ങൾ
ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല അമല്, ഏറ്റവും ശ്രേഷ്ഠമായ അമല് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മൾ അതിനെ നിസ്സാരമായി കണ്ടാലും അത് വലിയ അർത്ഥത്തിൽ കൂലി കിട്ടുന്ന, പ്രതിഫലം ലഭിക്കുന്ന അമലാണ്. അത് സ്വർഗപ്രവേശനത്തിന് ഉതകുന്ന അമലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സ്വന്തം സന്തോഷം ഉണ്ടാകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.